കൊച്ചിയിൽ മെട്രോ തൂണിൽ പൂച്ച കുടുങ്ങി. പൂച്ചയെ താഴെയിറക്കാൻ ഇപ്പോൾ ക്രെയിൻ എത്തിച്ചിരിക്കുകയാണ്. ആൻമരിയ സണ്ണി വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. ആൻമരിയ, വിവരങ്ങൾ. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് മെട്രോ പില്ലറിൽ ഒരു പൂച്ച കുടുങ്ങിക്കിടക്കുകയാണ്. അത് കലൂർ സ്റ്റേഡിയം മെട്രോ സ്റ്റേഷനിലെ പില്ലർ നമ്പർ 556-ലാണ് പൂച്ച കുടുങ്ങിക്കിടക്കുന്നത്. കഴിഞ്ഞ ഏകദേശം ഒരാഴ്ചയായിട്ടുണ്ട് പൂച്ച കുടുങ്ങിക്കിടക്കാൻ തുടങ്ങിയിട്ട്. പലതവണയായിട്ട് ഇതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആളുകളെ കണ്ടു കഴിയുമ്പോഴത്തേനും ആ പില്ലറിനുള്ളിലേക്ക് പൂച്ച ഓടിക്കയറുന്നത് കൊണ്ട് തന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. പിന്നീട് ഈ മെട്രോ സ്റ്റേഷനിലുള്ള ആളുകൾ, അവിടെയുള്ള ജീവനക്കാരൊക്കെ അതിന് മുകളിൽ നിന്നുമൊക്കെ ഭക്ഷണമൊക്കെ ചില സമയങ്ങളിലൊക്കെ ഇട്ടുകൊടുക്കാറുണ്ട്. പക്ഷെ നിലവിൽ ഇപ്പോൾ ഇന്ന് പൂച്ചയെ കണ്ടിട്ടില്ല എന്നാണ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെയുള്ള ഓട്ടോക്കാരോടൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത്. ആദ്യം കാണുന്നതും അവർ തന്നെയാണ്. അവരാണ് മെട്രോയിലേക്ക് വിവരം അറിയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പൂച്ചയ്ക്ക് ഭക്ഷണം ചില സമയങ്ങളിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷെ രക്ഷപ്പെടുത്താൻ വേണ്ടി ചെന്ന് കഴിയുമ്പോഴത്തേനും അത് ഉള്ളിലേക്ക് കയറി ഓടുന്നത് കൊണ്ട് തന്നെ അതിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. നിലവിൽ എന്തായാലും ആനിമൽ റെസ്ക്യൂ ടീം അത് ഇവിടെ എത്തിയിട്ടുണ്ട്. ക്രെയിൻ ഉപയോഗിച്ച് പൂച്ചയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നിലവിൽ ശ്രമിക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. സുഭാഷ് എന്നാണ് പൂച്ചയുടെ പേരെന്നാണ് ഇവിടെയുള്ള ഓട്ടോക്കാരൊക്കെ പറയുന്നത്. അത് എത്രത്തോളം ശരിയാണെന്നൊന്നും നമുക്കറിയില്ല. അവർ പറയുന്നത് അങ്ങനെയാണ്. അവർ പറയുന്നത് അനുസരിച്ചാണ് എങ്കിൽ ഏകദേശം ഒരു രാത്രി സമയത്താണ് ആദ്യം ഈ പൂച്ചയെ കാണുന്നത് എന്ന് പറയുന്നു. അതിനുശേഷം ഇവിടെയുള്ള ആളെ മെട്രോ സ്റ്റേഷനിലേക്ക് വിവരം അറിയിക്കുന്നു. അവർ ആദ്യം രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. ആ മുകളിൽ നിന്ന് അതിന് വേണ്ടിയിട്ട് തന്നെ ഈ മെട്രോക്കാർ തന്നെയാണ് ഒരു വല ഇവിടെ ഇട്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ആ പില്ലറിൽ നിന്ന് താഴേക്ക് ഒരു വല ഇട്ടിട്ടുണ്ട്. അത് ഈ മെട്രോക്കാർ അതുവഴി പൂച്ച ഇറങ്ങി വരുവാണെങ്കിൽ വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു വല അവിടെ ഇട്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. നിലവിൽ എന്തായാലും ആനിമൽ റെസ്ക്യൂ ടീം സ്ഥലത്തെത്തിയിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അവർ ആരംഭിച്ചിരിക്കുകയാണ്. ഉന്മേഷ്, ഇപ്പോൾ ഇന്ന് ഈ പൂച്ചയെ കണ്ടിട്ടില്ല എന്നാണല്ലോ ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഉൾപ്പെടെ പറയുന്നത്, അല്ലേ ആൻമരിയ? ഉന്മേഷ്, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് പറയുന്നത്. കാരണം സാധാരണ നിലയിൽ ഈ ഉച്ച സമയത്ത്, അതായത് വെയിൽ ഭയങ്കരമാകുന്ന സമയത്തും അതോടൊപ്പം തന്നെ രാത്രി സമയങ്ങളിലുമൊക്കെ ഈ പൂച്ച ഈ പില്ലറിന്റെ രണ്ടറ്റത്തേക്കും അത് ഓടി വരുന്നത് ഇവർ കാണാറുണ്ടെന്ന് പറയുന്നു. പക്ഷേ ഇന്ന് രാവിലെ തൊട്ട് പൂച്ചയെ കാണുന്നില്ല എന്നാണ് ഈ ഓട്ടോക്കാർ, നമ്മൾ ആദ്യം വന്ന് കുറച്ച് ഓട്ടോക്കാരോടൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവരാണ് നിരന്തരമായിട്ട് ഈ പൂച്ചയെ വീക്ഷിക്കുന്നതും ഈ പൂച്ച ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തത്. അവരോടൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴും ഇന്ന് ഈ പൂച്ചയെ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. ചേട്ടൻ ഇവിടെ ഈ സ്റ്റാൻഡിൽ ഓടുന്നതാണോ? അതെ. ഇന്ന് പൂച്ചയെ കണ്ടായിരുന്നോ? ഇന്ന് രാവിലെ പോലും കണ്ടിട്ടില്ല. ഇന്നലെ രാത്രി കണ്ടിരുന്നു. ഇന്നിപ്പോൾ ഞങ്ങൾ നോക്കിയിട്ട് ഇന്ന് ഈ സമയം കണ്ടിട്ടില്ല. ഒരു പക്ഷേ അത് കിടന്ന് ഉറങ്ങണമായിരിക്കും. സാധാരണ ചില സമയങ്ങളിൽ നേരത്തെ ഇറങ്ങി വരും, ചില സമയങ്ങളിൽ ഇവർ താമസിക്കും. ഇന്നിപ്പോൾ എന്താണെന്നുള്ള ഒരു ഒരു ഭയത്തോടെ നിൽക്കുകയാണെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയാൻ പാടില്ല. സുഭാഷ് എന്ന പേരെന്നൊക്കെ ആളുകൾ പറയും. സുഭാഷ് എന്ന പേരിട്ട് ഞങ്ങൾ തന്നെയാണ്. അതിന് കാരണമുണ്ട്. മഞ്ഞുമൽ ബോയ്സ് സുഭാഷ് താഴെ വീണത്, ഈ സുഭാഷ് മേളിലാണ് നിൽക്കുന്നത്. സുഭാഷ് താഴെ വീണ സുഭാഷ് രക്ഷിച്ചു, മേളിൽ നിൽക്കുന്ന സുഭാഷ് രക്ഷിക്കണം. ഇത്രേ ഉള്ളൂ. അതിന് ഭക്ഷണമൊക്കെ കൊടുക്കുക. ഭക്ഷണം മെട്രോ കൊടുക്കരുത്. മെട്രോ ഒരുപാട് കുറച്ച് ദിവസങ്ങളായിട്ട് മെട്രോ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് അടുക്കുന്നില്ല. ആളിന് മേളിൽ കയറുമ്പോൾ അങ്ങോട്ട് പോകുന്നു. പക്ഷേ ഭക്ഷണങ്ങളും വെള്ളവും വെച്ച് കൊടുക്കുന്നില്ല. അതുകൊണ്ട് നിലനിൽക്കുന്നുണ്ട് ഇപ്പോഴും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ആദ്യം നിങ്ങളെ കാണുന്നത് അല്ല, ആദ്യം അവരാ കണ്ടത്. അവർ വന്ന് ഞങ്ങളോട് ചോദിക്കുക ചെയ്തത്, നിങ്ങൾ കണ്ടാന്ന്. അപ്പോൾ പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞ ശേഷം ഞങ്ങൾ കണ്ടു. അങ്ങനെയാണ് ഞങ്ങൾ കണ്ടതായിട്ട് ഇങ്ങനെ അവർ പറഞ്ഞത്. ഞങ്ങളല്ല, അവരാ ആദ്യം കണ്ടത്. മറ്റൊരു കാര്യം ഉന്മേഷ്, ചേട്ടൻ പറയുന്നത് അനുസരിച്ചാണ് എങ്കിൽ ഇവരിവിടെ സ്ഥിരമായിട്ട് ഓടുന്ന ആളുകളാണ്. ഈ സ്റ്റാൻഡിൽ കിടന്നാണ് ഇവർ ഓട്ടോ ഓടുന്നത്. അവർ പറയുന്നത് അനുസരിച്ചാണ് എങ്കിൽ ഈ പൂച്ചയെ ഇന്ന് അവർ കണ്ടിട്ടില്ല എന്ന് പറയുന്നു. പക്ഷെ സാധാരണ ഈ സമയങ്ങളിലൊക്കെ ഓടി നടക്കാറുണ്ട്. ചിലപ്പോൾ കിടന്നുറങ്ങുകയായിരിക്കാം എന്നും പറയുന്നു. അതിൽ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയായിട്ട് ഇവർ പറയുന്നത്, ആളുകളെ കണ്ടു കഴിയുമ്പോഴത്തേനും ഈ പൂച്ച ഓടുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സാധിക്കുകയില്ല. കാരണം അതിനുള്ളിലേക്ക് ഈ പില്ലർ ഉള്ളിലേക്ക് കയറി നിൽക്കുന്നത് കൊണ്ട് തന്നെ അതിനുള്ളിലേക്ക് ഒരാൾക്ക് കയറി ചെന്ന ആ പൂച്ചയെ എടുക്കുക എന്ന് പറയുന്നത് അത് ശ്രമകരമാണ്. നല്ല ബുദ്ധിമുട്ടുള്ളൊരു കാര്യം കൂടിയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ആനിമൽ റെസ്ക്യൂ ടീമിനെ ഇപ്പോൾ വിവരം അറിയിച്ചിരിക്കുന്നത്. അവരെന്തായാലും ആ ശ്രമങ്ങൾ ഇപ്പോൾ തുടരുകയാണ്.
ആളുകളെയെല്ലാം മാറ്റിക്കൊണ്ടാണെങ്കിലും ഗതാഗതം നിയന്ത്രിച്ചുകൊണ്ടൊക്കെയാണ് അവർ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള ഗതാഗതം നിയന്ത്രിച്ചുകൊണ്ടൊക്കെ ആ പൂച്ചയെ, അത് ഓട്ടോക്കാർ സ്നേഹത്തോടു കൂടി വിളിക്കുന്ന സുഭാഷിനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ എന്തായാലും ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് മെട്രോ അതിനു വേണ്ടിയിട്ടുള്ള കഠിനമായിട്ടുള്ള പരിശ്രമത്തിലായിരുന്നു. പക്ഷേ ഞാൻ ആദ്യമൊക്കെ പറഞ്ഞതുപോലെ തന്നെ അവർ ഭക്ഷണം ഇട്ടുകൊടുക്കുമ്പോൾ ആണെങ്കിൽ അടുത്തേക്ക് വരാറുണ്ടെങ്കിൽ പോലും പിന്നീട് അവർ എടുക്കാൻ വേണ്ടിയിട്ട് ആ സമീപത്തേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേന് അത് ഭയം കൊണ്ടായിരിക്കാം പെട്ടെന്ന് ആളുകളെ കാണുന്നു. കാരണം വലിയ ശബ്ദമാണ്. നമുക്കറിയാം ഈ പില്ലറിന്റെ ഉള്ളിലേക്ക് കയറി നിന്നിട്ടുണ്ടെങ്കിൽ ഒരു വലിയ മുഴക്കത്തോടു കൂടിയാണ് വാഹനങ്ങൾ പോകുന്ന ശബ്ദമൊക്കെ കേൾക്കുന്നത്. അപ്പോൾ ആ ഒരു ശബ്ദം കണ്ടപ്പോൾ പേടിച്ചുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആളുകളെ കണ്ടപ്പോൾ പെട്ടെന്നുള്ള ഭയം കൊണ്ടായിരിക്കാം പൂച്ച അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് കൊണ്ട് തന്നെ അവർക്ക് കൈയിട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വലയോ കാര്യങ്ങളോ ഉപയോഗിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. പിന്നീട് നിലവിലിപ്പോൾ അതിനുശേഷമാണ് ആനിമൽ റെസ്ക്യൂ ടീമിനെ വിവരം അറിയിക്കുന്നത്. ആദ്യം അവർ രാവിലെയോടുകൂടി ഇവിടെ എത്തി ചില പരിശോധനകളൊക്കെ, പൂച്ചയെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ആദ്യഘട്ട പരിശോധനകളൊക്കെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴൊന്നും പൂച്ചയെ കാണാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല. പിന്നീടാണ് ക്രെയിൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലേക്ക് കടക്കുന്നത്, ക്രെയിൻ എത്തിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തരത്തിലുള്ള തിരക്കും അനുഭവപ്പെടുന്നത് കൊണ്ട് തന്നെ ചെറിയ രീതിയിൽ വലിയ തരത്തിലുള്ള ഗതാഗത കുരുക്കൊന്നുമില്ല. സൈഡിലേക്ക് മാറിയാണ് ക്രെയിൻ ഇട്ടിരിക്കുന്നത്. വാഹനങ്ങൾക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള വഴി പോലീസിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഒരുക്കുന്നുണ്ട്. എല്ലാവരും, കുറേ ആളുകൾ ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. സുഭാഷിനെ താഴെ ഇറക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഒരുപാട് ആളുകളുമായിട്ടൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് കുറേ കുട്ടികളൊക്കെ ഇവിടെ വന്ന് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ബസ് കയറാൻ വരുന്നവർക്ക് വലിയ ആകാംക്ഷയോട് കൂടിയാണ് ആദ്യഘട്ടത്തിലൊക്കെ മുകളിലേക്ക് നോക്കിക്കൊണ്ട് നിന്നത്. അതിനുശേഷമാണ് ഒരു പൂച്ച ആണ് അതിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നത് എന്നുള്ള കാര്യം അറിയുന്നത്. ഇപ്പോൾ എന്തായാലും ചെറിയൊരു ഭയവും ഉണ്ട്. കാരണം ഇത്രയും നേരമായിട്ട് നമ്മളിപ്പോൾ വന്ന് നിന്നിട്ടും അല്പസമയത്തിലേറെയായി. ആ ഒരു സമയം അത്രയും ഇതുവരെ പൂച്ചയെ നമുക്കും കാണാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. ഇനി അത് ഇവർ പറയുന്നത് പോലെ ഉറങ്ങുകയാണോ, അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളായിട്ട് ഇടയ്ക്കൊരു ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ വെള്ളം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ലഭ്യമായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ചെറിയ ക്ഷീണം ആ പൂച്ചയ്ക്ക് അനുഭവപ്പെടാം. അതുകൊണ്ട് തന്നെ ആ ക്ഷീണിതനായിട്ട് ഇനി എവിടെയെങ്കിലും നിൽക്കുകയാണോ എന്ന കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. എന്തായാലും നിലവിൽ പൂച്ച ഈ ഭാഗത്തൊന്നും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. മെട്രോ പില്ലർ 556 ഇപ്പോൾ ഒരു പൂച്ച കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുള്ളത്. ഉന്മേഷ്, ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾ പറയുന്നുണ്ടായിരുന്നു, അവരതിന് പേരിടുകയൊക്കെ ചെയ്തതാണ്. ഈ കഴിഞ്ഞ ദിവസമൊക്കെ അപ്പോൾ പൂച്ചയെ കണ്ടിരുന്നു. ഈ ടീം എത്താൻ വൈകിയത് എന്തുകൊണ്ടാണ് അൻമരിയ? കുറച്ച് ദിവസമായെന്നാണല്ലോ പറയുന്നത് പൂച്ച കുടുങ്ങിയിട്ട്. തീർച്ചയായിട്ടും. കാരണം ആദ്യം അവർ മുകളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവർ എത്തിയ കാരണം എന്താണ് വൈകാനുള്ള കാരണമെന്ന് നമുക്ക് അവരോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം. നമുക്ക് ലേറ്റ് ആയിട്ട് പൂച്ച കുടുങ്ങിക്കിടക്കും. നമുക്ക് ഇന്നലെ നൈറ്റോടെയാണ് വിവരം അറിയിക്കുന്നത്. പിന്നെ ക്രെയിനും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് നമുക്ക് കിട്ടായ സമയത്തോളമായി. മെട്രോ അതിന് മുമ്പ് അറിയിച്ചിട്ടില്ല? അറിയില്ല, നമുക്ക് ഇൻഫോർമേഷൻ ഇന്നലെ രാത്രിയാണ് കിട്ടുന്നത്. പക്ഷെ അവർ ഫീഡ് ചെയ്യുന്നുണ്ട്, അവർ ഇറങ്ങി പോകുന്നുള്ള ഇതിലാണ് നിർണ്ണയിച്ചത്. പക്ഷേ വീക്കായി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഇന്ന് രാവിലെ നമ്മളോട് കാര്യങ്ങൾ പറയാൻ നമുക്ക് പിന്നെ ക്രെയിൻ എല്ലാം വന്നപ്പോഴത്തേക്ക് ഈ സമയത്തോളമായി. ഇനി നമ്മുടെ നടപടി എങ്ങനെയാണ്? ഇത് രക്ഷപ്പെടുത്തി മേളിൽ ചെന്നാൽ അറിയാൻ പറ്റുള്ളൂ എന്താണ് അതിന്റെ അവസ്ഥ, എവിടെ കൊണ്ടാണ് ഇരിക്കണമെന്നൊന്നും നമുക്ക് അറിയത്തില്ല. നമുക്ക് വെച്ചാൽ മേളിൽ പോയിട്ട് നമുക്കൊന്നും എവിടത്തോളൊന്നും അറിയില്ല. ഉന്മേഷ്, ഇവർ പറയുന്നത് അനുസരിച്ചാണ് എങ്കിൽ ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഇവരെ വിവരം അറിയിച്ചത് എന്ന് പറയുന്നു. ആ ഒരു സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുട്ടുള്ളൊരു സമയമാണ്. ആ സമയത്ത് വെട്ടത്തിന്റെ കുറവ് മൂലമൊക്കെ ഇതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ പരിമിതമാണ്. ആ സമയത്ത് നമുക്ക് ഒരു രക്ഷാപ്രവർത്തനത്തിലേക്ക് ഏർപ്പെടാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഇന്നലെ നടത്താതെ ഇന്ന് രാവിലത്തേക്ക് വേണ്ടിയിട്ട് അവർ മാറ്റിവെക്കുകയും രാവിലെ ആദ്യഘട്ടത്തിൽ ഒന്നിവർ എത്തുകയും പിന്നീട് ഇപ്പോൾ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലേക്ക് കടക്കുന്നത്. ഇതിൽ ഇനി അറിയേണ്ടത് മെട്രോയുടെ ഭാഗത്തു നിന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് വിവരം അറിയിക്കാൻ വേണ്ടിയിട്ട് വൈകിയത് എന്നുള്ള കാര്യം അവരുടെ ഭാഗത്തു നിന്നാണ് അറിയാൻ വേണ്ടിയിട്ടുള്ളത്. അതിൽ കൃത്യമായിട്ടുള്ളൊരു വിശദീകരണമൊന്നും മെട്രോയുടെ അംഗങ്ങൾ തന്നിട്ടില്ല. അവർ ഭക്ഷണം കൊടുക്കാറുണ്ട്, രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങളൊക്കെ അവർ നടത്താറുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വലിയ തരത്തിലുള്ളൊരു തിരക്ക് ഈ ഭാഗത്തേക്കൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇത് അറിഞ്ഞിട്ട് എത്തുന്ന ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് തിരക്കുള്ളൊരു സമയം കൂടിയാണ്. അതിൻ്റെതായിട്ടുള്ള ഒരു തിരക്കും കൂടി ഇവിടെ കാണുന്നുണ്ട്. ഇവർ പറയുന്നത് അനുസരിച്ചാണ് എങ്കിൽ ഇന്നലെയാണ് ഇവർ വിവരം അറിഞ്ഞത് എന്നാണ് ഉന്മേഷ് പറയുന്നത്. കലൂരിലാണ് ഈ സംഭവം. മെട്രോ പില്ലറിലാണ് ഇപ്പോൾ പൂച്ച കുടുങ്ങിയിരിക്കുന്നത്. കുറച്ച് ദിവസങ്ങളായി പൂച്ചയെ അവിടെ നിന്ന് പുറത്തിറക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതിനുവേണ്ടി ഒരു സംഘം അവിടെ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പൂച്ചയെ അവിടെ കണ്ടിരുന്നതായി
അവിടെയുള്ള ഓട്ടോ ഡ്രൈവേഴ്സ് പറയുന്നുണ്ട്. പക്ഷേ ഇന്ന് പൂച്ചയെ കണ്ടില്ല എന്നാണ് അവർ പറയുന്നത്. മെട്രോ അധികൃതർക്ക് ഈ വിവരം അറിയാമായിരുന്നു. അവർ പൂച്ച അവിടെ നിന്ന് സ്വയം പുറത്തേക്ക് ഇറങ്ങുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ അതിനുശേഷമാണ് അവർ ഇന്നലെ വിവരം അറിയിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിനുവേണ്ടിയുള്ള പ്രത്യേക ടീം ഇപ്പോൾ അവിടെ എത്തിയിരിക്കുന്നത്. ക്രെയിൻ ഉൾപ്പെടെ എത്തിക്കേണ്ടി വന്ന ഘട്ടം ഇപ്പോഴുണ്ട് എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ അവർ നേരെ മുകളിലേക്ക് പോവുകയാണ്. ഇത് മെട്രോ സ്റ്റേഷൻ അടുത്താണ് കലൂരിൽ. പില്ലർ നമ്പർ 556 അതിന് സമീപത്താണ് ഇപ്പോൾ പൂച്ച കുടുങ്ങിയിരിക്കുന്നത്. ടീം ഇപ്പോൾ മുകളിലേക്ക് പോകുന്നുണ്ട്. പൂച്ച അവശ നിലയിലായിരുന്നതായി സംശയമുണ്ട്. അതുകൊണ്ട് ഇനി അവർ പൂച്ചയെ പുറത്തെടുക്കാനുള്ള ശ്രമത്തിലാണ്. അവിടേക്ക് ആ ടീം ഇപ്പോൾ ആ ദൗത്യത്തിനായി മുകളിലേക്ക് പോവുകയാണ്. ആൻമരിയ ചേരുന്നുണ്ട്. ആൻമരിയ, ഇപ്പോൾ ആ ദൗത്യ സംഘം അവർ പൂച്ചയ്ക്ക് അടുത്തേക്ക് എത്തുകയാണല്ലേ? അതിലുള്ള ഒരു ക്രെയിനും മറ്റ് സജ്ജീകരണങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ആനിമൽ റെസ്ക്യൂ ടീം മെട്രോയുടെ ആളുകളുമായിട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലുമൊക്കെ വിശദീകരണങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ കാര്യങ്ങൾ അവിടെ മെട്രോ പില്ലറിന്റെ മുകളിലേക്കുള്ള കാര്യങ്ങൾ കുറച്ച് നമ്മൾ ആനിമൽ റെസ്ക്യൂ ടീമിനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ഇതിന്റെ മുകളിലത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ള കാര്യം അവരോട് ചോദിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ അവിടെ ചെന്ന് കണ്ടാൽ മാത്രമേ മനസ്സിലാകുകയുള്ളൂ എന്ന് പറയുന്നുണ്ടായിരുന്നു. അവരിപ്പോൾ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉന്മേഷ്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിരവധി പൂച്ചപ്രേമികളും ഈ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.